We request the governor to inaugurate the Kesari Conclave 2024 by lighting the lamp. കേസരി വാരിക സംഘടിപ്പിച്ച ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, കേസരി മുൻകൈയെടുത്ത് വളരെ ശ്രദ്ധേയമായ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ 16 രാഷ്ട്രങ്ങളുടെ സങ്കരമാണെന്നും അതിനാൽ 16 രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെടണമെന്ന് വാദിച്ച് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ടെന്നും ആ നിലപാട് ഇപ്പോഴും അവർ വച്ചു പുലർത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ബ്രിട്ടീഷുകാരെ കരപിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ? സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന് അന്നുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ ആധ്യാത്മികവുമായി ചേർന്ന് പോകുന്ന ദേശീയതയാണ് ഭാരതത്തിൻ്റെത്. വൈവിധ്യങ്ങളിലാണ് ഭാരതത്തിന്റെ ഏകതയുടെ ബീജമുള്ളത്. അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്നും എന്നാൽ കേരളത്തിൽ ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കേസരി വാരിക സംഘടിപ്പിച്ച ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഭജിക്കണമെന്ന വാദഗതി വന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൗർഭാഗ്യവശാൽ അടിസ്ഥാനപരമായ ദേശീയവാദികൾ മുന്നോട്ട് വെച്ച ലോകത്തിലെ ചിരപുരാതനമായ രാഷ്ട്രം സംസ്കാരങ്ങളെല്ലാം എടുത്താൽ ഒന്നൊന്നായി എടുത്താൽ തീർച്ചയായും ഇന്ന് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ സംസ്കാരമാണ് ഇന്നും നിത്യനൂതനമെന്ന് പറയത്തക്കവണ്ണം ലോകത്ത് പിടിച്ചു നിൽക്കുന്നത്. പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ J. നന്ദകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ അംബാസിഡർ DP ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റാണി മോഹൻദാസ്, കേസരി മുഖ്യപത്രാധിപർ NR മധു, നാക് മുൻ അക്കാദമിക് കൺസൾട്ടന്റ് ഡോക്ടർ KN മധുസൂദനൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പഴയകാല ചെയ്തികളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവ്വം അത് കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവ്വം ഇപ്പോഴും അത്തരം പ്രവണത തുടരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രസങ്കല്പത്തെ കുറിച്ചുള്ളത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ എനിക്ക്, പക്ഷെ എൻ്റെ ഒരു പരിമിതി 22 മണിക്കൂർ നോട്ടീസിലാണ് ഞാൻ അവിടെ എത്തിയത്. വരാമെന്ന് ഏറ്റ ഗവർണർ സാറ് അതോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. എന്തായാലും അങ്ങനൊരു സാഹചര്യത്തിൽ എനിക്കുള്ള 50 കൊല്ലത്തെ ബന്ധമുള്ള മഹാപ്രസ്ഥാനം നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനിവിടെ എത്തിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണതയിൽ ഈ വിഷയത്തോട് നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നും ഞാൻ ആരുടെയും ഗവർണർ ആയതുകൊണ്ട് എൻ്റെ പരിമിതി എനിക്കറിയാം. ഇന്നും കേരളത്തിലെ ഒരു പ്രബല ന്യൂനപക്ഷ പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിലും അവർ പറഞ്ഞ ഞങ്ങൾ മതേതരവാദികൾ എല്ലാവരും തോളിലേക്ക് കൊണ്ടു നടക്കുകയാണ്. അവരവരുടെ ദശാസന്ധികളിലൂടെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ദശാസന്ധികളിലൂടെ എന്നുള്ള പുസ്തകം പുറത്തിറക്കിയിട്ട് 20 കൊല്ലമാകുന്നു. ആ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഢാക്കയിലെ സൂര്യോദയം എന്നാണ്. ഢാക്കയിലെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് 1906 കുറിച്ചാണ്. വിഭജനത്തിന് വിത്തുപാകിയ സർവ്വ ലീഗിന്റെ തുടക്കം കുറിച്ച ആ സംഭവത്തെയാണ് ഢാക്കയിലെ സൂര്യോദയം എന്ന് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ അങ്ങോട്ട് പോയാൽ ഞാൻ അതിനെയൊന്നും രാഷ്ട്രീയമായി വിമർശിക്കുന്നില്ല. ഇന്ത്യ വിഭജനത്തെ പറ്റി ഇന്ത്യ വിഭജനം, എന്ത് വിഭജനം? ബ്രിട്ടീഷുകാർ കരം പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെയാണ് രണ്ടായപ്പോൾ വിഭജനം എന്ന് പറയുന്നത്. അത് നാടിനെ വെട്ടിമുറിച്ചു എന്ന് പറയുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കി 20 കൊല്ലമായി. എൻ്റെ പുതിയ എഡിഷൻ വന്നപ്പോൾ അതിനകത്ത് എന്താ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലാഭത്തെ ഒറിജിനലാണുള്ളത്. അപ്പൊ വിഭജനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് 1906 എവിടെ നിന്നോ അവിടെ നിന്ന് വരട്ടി പോലും മുന്നോട്ട് പോകാതെ കാര്യങ്ങളെ കാണുന്നവര്, അവരൊക്കെ ആർക്കും അൺടച്ചബിൾസ് അല്ല. അവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ്. അവരെ വീഴ്ത്തപ്പെട്ടവരായി കാണുന്നവര് മതേതരത്തിന്റെ പേര് പറയുന്ന ആളുകൾക്ക് ആർക്കും അതിന് മുന്നോട്ട് വന്നതായി എനിക്കറിയില്ല. മറ്റൊരു കൂട്ടര് ആറ്റിലെ 47 ഓഗസ്റ്റ് 47 ഫെബ്രുവരി 20 21 ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ? 3 തരത്തിലുള്ള റെപ്രസെന്റേഷൻ അതിനുവേണ്ടി വന്ന ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ വന്നു. ഒന്ന്, അന്നത്തെ ഗാന്ധിജിയുടെ പ്രസ്ഥാനം അതിന് കൊടുത്തു, ഇന്ത്യ വിഭജിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, എന്നെ വിട്ടുമുറിച്ചിട്ടല്ലാതെ എന്റെ നാട്ടിലെ വിട്ടുമുറിക്കാൻ സമ്മതിക്കില്ലെന്ന്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത്
ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഞാനതൊന്നും ഇവിടെ പറഞ്ഞ് വിവാദമാക്കുന്നില്ല. പക്ഷേ ലേഡി മൗണ്ട് ബാറ്റന്റെ മകൾ പമീല എഴുതിയ പുസ്തകം വാജ്പേയിയെ പോലുള്ള ആളുകൾ ആ പുസ്തകം ഇന്ത്യയെ അപമാനിക്കുന്നതായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അതിലെ ഒരു പരാമർശമുണ്ട്. ഇപ്പോഴത്തെ എഡീഷനിൽ അത് മാറ്റിയത് സിംലയിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുണ്ടായ ഒരു കരാർ പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് പമീല പണ്ട് എഴുതിയത് ഞാൻ ഈ അവസരത്തിൽ ആനുഷാംഗികമായി പറയുകയാണ്, ഞാൻ ഔപചാരികമായി പറയുകയല്ല. അല്ല, നമ്മുടെ നാട് ആ പുസ്തകത്തെ മരവിപ്പിച്ചു. ആ പുസ്തകം പിന്നീട് ഇപ്പൊ റിവൈസ് ചെയ്ത് മാറ്റിയപ്പോഴായിരിക്കാം ഇപ്പൊ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ്. അപ്പൊ വിഭജനത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് കൊടുത്ത്, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിജിയുടെ കോൺഗ്രസ് കൊടുത്തത് ഇത് ഏകമാണ്, ചിരപുരാതനമാണ്, ഇതിനെ ഒരിക്കലും വിഭജിക്കാൻ പാടില്ലെന്നായിരുന്നു. മറ്റൊരു കൂട്ടർ കൊടുത്തു, മതമാണ് അടിസ്ഥാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണമെന്നുള്ള വാദഗതിയുമായി ജിന്നയും കൂട്ടരും കൊടുത്തതും നമുക്ക് ഇപ്പോഴും ചരിത്രപരമായി ആ കാര്യങ്ങൾ ലഭിക്കും. മൂന്നാമതൊരു കൂട്ടർ കൊടുത്തത് ഇന്ത്യ 16 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണം. ഐ വുഡ് ലൈക്ക് ടു സേ സോവറൻ റിപ്പബ്ലിക്. അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളും പശ്ചാത്തലങ്ങളും അതിനെ സാധൂകരിക്കത്തക്കോണം ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവർ എഴുതിയിരുന്നു. കേരള മലയാളികളുടെ മാതൃഭൂമിയിൽ എഴുതിയതിന്റെ അകത്തിലുള്ള അന്തസ്സത്തെയാണ് ചെല്ലു പറയുന്നു. ഞാൻ വിവാദത്തിനില്ല. വിശാല ആന്ധ്ര എഴുതിയതിന്റെ അടിസ്ഥാനവും അതാണ്. സോണം ബംഗ്ലായി കൊടുത്ത വ്യാഖ്യാനവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി ഏകരാഷ്ട്രമായി നിൽക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർത്ത ഒന്നാണ്. മറ്റെല്ലാത്തിനും സോവറിറ്റി കൊടുക്കണം ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് ഉള്ള പബ്ലിക് ഒപ്പീനിയൻ എടുക്കണം, വോട്ട് ചെയ്ത് തീരുമാനിക്കണം പോലും ബാധിച്ച ഒരു സംഭവമുണ്ട്. അത് ചരിത്രത്തിലെ എല്ലാ ഡോക്യുമെന്റും പബ്ലിഷ് ചെയ്തപ്പോൾ